അപ്പോൾ ഇന്ന് മഞ്ചിറ്റപ്പയുടെ ബർത്ത്ഡേ ആയിക്കൊണ്ടൊരു പുലർച്ചെ നമുക്ക് കാണാം. മെയ് 18 ബർത്ത്ഡേ. വീഡിയോ ഇടാൻ ലേറ്റ് ആയിപ്പോയി. രാവിലെയാണ് ചിങ്കു എഴുന്നേപ്പിക്കുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി രാവിലെ കാരക്കയായിട്ട് വന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ ഈ കാരക്കയാണ് ഞങ്ങൾ തിന്നാൻ തുടങ്ങിയത്. ലാസ്റ്റ് അമ്മ വഴക്ക് പറഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ കുളിച്ചു. ചിങ്ങുവിൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങി. ചിങ്ങുവിൻ്റെ സ്കൂട്ടർ ഞാനെടുത്തു, സൈക്കിള് ചിങ്കു കൊടുത്തു. അങ്ങനെ ഭയങ്കര കളിച്ച് ഉച്ചക്കത്തെ ചോറ് പോലും ഞങ്ങൾ കഴിച്ചില്ല. രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി കഴിച്ചുള്ളൂ, കാരക്ക വെള്ളമുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുമില്ല. അടിപൊളിയായി മൊത്തത്തിൽ. നാട്ടിൽ വന്നതിന് ശേഷം അച്ഛനെക്കുറിച്ച് തിരക്കേട്ട് പോലില്ല. അങ്ങനെ അച്ഛൻ ഞങ്ങളെ തിരക്കി വീഡിയോ കോൾ ചെയ്തു. അങ്ങനെ ചിങ്കുവും ചിറ്റയും കൂടെ സർപ്രൈസ് ആയിട്ട് കേക്ക് മേടിക്കാനായിട്ട് പോവുകയാണ്. മനുഷ്യരബയ്ക്ക് അറിയില്ല കേക്ക് മേടിക്കാൻ പോകുന്ന കാര്യം. അല്ലെങ്കിൽ തന്നെ മനുഷ്യരപ്പ വരാനായിട്ട് കാത്തിരിക്കുക. ഞാനൊക്കെ നേരത്തെ റെഡിയായി. ചിങ്കുവാണ് ലാസ്റ്റ് കുളിച്ചത്, അതുകൊണ്ട് ചിങ്കുവാണ് ലാസ്റ്റ് റെഡിയാവുന്നത്. അങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഇപ്പോൾ അവർ കേക്ക് മേടിക്കാനായിട്ട് പോകും. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ കാണാം. Happy birthday to you. Happy birthday to you. Happy birthday to you, Acha. Happy birthday to you. ചിങ്കുല്ലേ. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ ഇതാണ് മൻസിറ്റപ്പയുടെ വൈഫ് നീതപ്പൻ ചിറ്റ. എൻ്റെ അമ്മയുടെ സിസ്റ്ററാണ് ഈ പറയുന്നത് നീതപ്പൻ ചിറ്റ. എല്ലാവരും വന്നിട്ട് ഗിഫ്റ്റ് കൊടുത്തു. പക്ഷെ ഒരു കുഴപ്പം പറ്റി. മൻസിറ്റപ്പയ്ക്ക് ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. മൻസിറ്റപ്പ ഫ്രെയിമിലോട്ട് ചേർന്നിക്കോ. ഫ്രെയിമിലോട്ട് ചേർന്നിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ തൊട്ടറിയാത്തവരെന്താ പിന്നെ ഓസ്കാർ കഴിഞ്ഞു. അപ്പം മഞ്ചിറ്റപ്പയുടെ കേക്ക് കണ്ടി. ഇതായിരുന്നു മഞ്ചിറ്റപ്പയുടെ കേക്ക്. ബട്ടർ സ്കോച്ച് ആയിരുന്നു ഫ്ലേവർ. അപ്പോൾ ഞങ്ങളുടെ ഗിഫ്റ്റ് കണ്ടേ. ഞാനൊരു കപ്പാണ് കൊടുത്തത്. നല്ലൊരു നോട്ട് കഴിഞ്ഞിട്ടൊരു കപ്പാണ് ഞാൻ കൊടുത്തത്. ഇതാണ് ചിങ്കുവിൻ്റെ ഗിഫ്റ്റ്. ഒരു വാട്ടർ ബോട്ടിലായിരുന്നു ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. നല്ല വാട്ടർ ബോട്ടിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കുറച്ച് ഫോട്ടോ എടുത്തതിന് ശേഷം പരിപാടി പതുക്കെ ഞങ്ങൾ അവസാനിപ്പിച്ചു.